അപ്പോൾ വെൽക്കം ടു വെൽക്കം ടു ബിഗ് മൗത്ത് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി അടുക്കിരിക്കുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം പരിചയപ്പെടുത്താൻ ഒന്നും കൂടെ ഷാൻ, സ്നോബി, ശരി, ഇത് അമീൻ, നമ്മുടെ സുഹൃത്താണ്. നമ്മുടെ എല്ലാവരുടെയും ജനിച്ചു വളർന്നവരുടെ അടുത്തൊക്കെ ഉള്ള സുഹൃത്ത് തന്നെയാണ്. നമ്മുടെ ടോക്ക് വിത്ത് ഫ്രണ്ട്സ് എന്നുള്ള പാർട്ട് 3 അതിലേക്ക് നമ്മുടെ ഗസ്റ്റായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് അങ്ങ് സൗദിന്ന് ചീറിപ്പായുന്ന മിസൈലുകൾക്കിടയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന അമീനാണ് ഇന്ന് കുറച്ച് വിശേഷങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അമീൻ എന്തൊക്കെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെന്ന് നമുക്ക് ഇനി കണ്ടറിയാം. അതിനു മുമ്പ് നമ്മൾ എന്തിനായിരിക്കും അമീനെ കൊണ്ടുവന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അമീൻ വർക്ക് ചെയ്യുന്നത് സ്റ്റാർബക്സിലാണ്. അമീൻ ഒരു കോഫി മേക്കർ എന്നോ എന്താണ് പറയുന്നത് നമ്മൾ, ബാരിസ്റ്റ. അപ്പോൾ ബാരിസ്റ്റയാണ്. കോഫി ചാമ്പ്യൻ, കോഫി മാസ്റ്റർ, ഓക്കെ, എന്തെങ്കിലും നമ്മുടെ ഇവിടെ ചായയടി, അത് അത്രയേ ഉള്ളു, അതാണ്. അപ്പോൾ നമുക്ക് അതിലുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യം ആർക്ക് വേണോ ചോദിക്കാം. ആദ്യം നമുക്ക് അമീൻ തന്നെ അമീനെ പരിചയപ്പെടുത്താം. ഹായ് ഗായ്സ്, എൻ്റെ പേര് അമീൻ. എന്താണ്, ഞാൻ 4 വർഷത്തോളം സൗദിയിലുണ്ട്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് 2 വർഷത്തോളമായി സ്റ്റാർബക്സിൽ. സ്റ്റാർബക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വലിയ കമ്പനിയാണ്. പക്ഷേ അവിടെയും ചായടി തന്നെ, ഒരു പ്രീമിയം കോഫി ഹൗസ് എന്ന പ്രീമിയം ചായടി. എസിൽ നിന്നുള്ളൊരു ചൂട് ചായ. ചായ ചൂട് മാത്രമല്ല, വിലയും ചൂടോടെ. അല്ല, തണുത്ത ചായ ഉണ്ട് കേട്ടോ. തണുത്ത ചായ, ഐസിട്ട് ചായയും കിട്ടും, ചൂട് ചായയും കിട്ടും. സ്നോവി മൈക്ക് പിടിച്ച് സംസാരിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്നത്. അതാണ് സ്നോവി വേക്കി വന്നിരുന്നത് കേട്ടാ. അപ്പൊ എന്താണ് കോഫി? നമ്മൾ ഈ കേരളത്തിൽ കുടിക്കുന്ന ഈ നോർമലായിട്ട് പാല്, കാപ്പിപ്പൊടി, ഇത് തന്നെയാണോ അവിടെ ഈ കോഫി? അല്ല, ഇവിടുത്തെ കോഫി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് കോഫീസ് ആണ്. അവര് പൊടിച്ച് അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത്. പക്ഷേ പ്യുവർ കോഫി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർ ഫാമിൽ നിന്ന് ബീൻസ് ആയിട്ട് വന്ന് നമ്മൾ തന്നെ പൊടിച്ച് അത് ഡയറക്റ്റ് കോഫിയാക്കി ഇതാക്കും. ഇവിടുത്തെ കോഫിക്ക് അത്ര വലിയ ടേസ്റ്റില്ല. ബ്രൂ കുടിക്കുമ്പോൾ കണക്കല്ല. സ്റ്റാർബക്സ് ഭയങ്കര കയ്പാണ്, നമുക്ക് കുടിക്കത്തേ ഇല്ല. ഉണ്ട്. സ്റ്റാർബക്സിന് സ്വന്തമായിട്ട് ഒരു ഫാമുണ്ട്, ഉഗാണ്ടയിലാണ് അത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് അവർ അതിൻ്റെ പാക്കിങ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ആണ് വരുന്നത്. 7 തരത്തോളം കോഫികളുണ്ട്. അല്ല, നമ്മളിപ്പോൾ ഇവിടുത്തെ ബ്രൂ കുടിക്കുമ്പോഴും കയ്പ് തന്നെയാണ്, പഞ്ചസാര ഇടാതെ കുടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇത് അതിനെക്കാട്ടി കയ്പാണ്. നമ്മൾ കുടിക്കത്തില്ല. അത് ആദ്യം കുടിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ഡൗട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ കട്ടൻ ചായ കുടിക്കുന്നു. നമ്മളിപ്പോൾ ഇപ്പോൾ സ്റ്റാർബക്സ് കട്ടൻ കാപ്പി, ഇവിടുത്തെ കട്ടൻ കാപ്പി, ഇപ്പോൾ സ്റ്റാർബക്സിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പ്രസ്സോ ബ്ലാക്ക് കോഫി അല്ല, അപ്പോൾ ഈ അത് ബ്രൂ കോഫി എന്ന് പറയും. അപ്പോൾ ഈ എക്സ്പ്രസ്സോ എന്താണ്? എക്സ്പ്രസ്സോ എന്ന് പറഞ്ഞ ഒരു ബേസാണ്. അത് വെച്ചാണ് ഈ ബാക്കി ഈ ക്യാപ്പച്ചിനോ, ലാത്തെ, ഈ ബേസ് എന്ന് പറയുമ്പോൾ അത് കോഫി തന്നെ. അത് ഈ സ്റ്റാർബക്സിന് മെഷീനുണ്ട്. അത് ഈ ജർമ്മൻ ടെക്നോളജിയിൽ അവർ സ്റ്റാർബക്സിനായിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത്. മാസ്ട്രീന എന്ന് പറയും. ഞാൻ ആദ്യം ചെന്ന സമയത്ത് മാസ്ട്രീന ഫസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്ത് അത് മാസ്ട്രീന 2 ആക്കി. ഇപ്പോൾ ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ആ ബീൻസ് നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവർ തന്നെ പൊടിച്ച് അത് എക്സ്പ്രസോ രീതിയിൽ തരും. അതിനകത്ത് തന്നെ വെള്ളം, എല്ലാ പ്രോസസ്സും. എക്സ്പ്രസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം കട്ടൻ ചായ പോലെ തന്നെ അല്ല, അതൊരു അതിലാണ്
നമ്മൾ കോഫി ഉണ്ടാക്കുന്നത്. അതൊരു ബേസാണ്. പിന്നെ കട്ടൻ ചായ കണക്കത്തെന്ന് പറഞ്ഞാൽ അതൊരു ബ്രൂ കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി, ഡെയിലി കോഫി. അതിന് ഈ ബ്ലാക്ക് കോഫി അവിടെ ഉണ്ടോ? അതിൻ്റെയും അല്ല, എക്സ്പ്രസോ സെപ്പറേറ്റ്, ബ്ലാക്ക് കോഫി സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് കോഫിയുടെ ബേസ് അല്ല ഈ എക്സ്പ്രസോയ്ക്ക് എടുക്കും. അത് ഡിഫറെൻ്റ് തന്നെയാണ്. ഡിഫറെൻ്റ്. അത് ഈ ഒരു 5 തരത്തോളം ഗ്രൈൻഡിങ് ഉണ്ട്. നമ്മൾ പലതരം ഗ്രൈൻഡുകളുണ്ട്. കോഫി അല്ലാതെ തന്നെ ഇപ്പോൾ ഫൈനുണ്ട്, മീഡിയം ഫൈനുണ്ട്, ക്രോസ് ഉണ്ട്, മീഡിയം ക്രോസ് ഉണ്ട്. അത് അതിനും സെപ്പറേറ്റ് ഒരു മെഷീനുണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ. അപ്പോഴേ അതും പ്രൊവൈഡ് സ്റ്റാർബക്സിന് ഓൺ ഇതാണ്. അപ്പോൾ ബ്ലാക്ക് കോഫിക്ക് ഓൺ മെഷീനുണ്ട്. അപ്പോൾ ഇതൊന്നും പുറത്ത് കിട്ടില്ല. അപ്പോൾ ഇപ്പം എൻ്റെ ഓഫീസിലാണെങ്കിൽ തന്നെ ഒരു കോഫി മേക്കിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ വെറൈറ്റി ആയിട്ട് ക്യാപ്പച്ചീനോ, എക്സ്പ്രസ്സോ, ലാറ്റെ ഇങ്ങനെ ഒരുപാടുണ്ട്. അത് ഒരു മിനിറ്റ്, അതിൽ നിന്ന് ഏത് ഞെക്കിയാലും നമുക്ക് കിട്ടുന്ന ഒരേ ടേസ്റ്റുള്ള കോഫി തന്നെയാണ്. അതുപോലെ തന്നെയാണ് അവിടെയും. ഇത് മാസ്റ്ററിൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് മാത്രമേ വരൂ. ഒരു സ്റ്റീമർ കാണും, പാല് സ്റ്റീം ചെയ്യാൻ ഒരു സ്റ്റീമർ കാണും. ഇത് വരുന്ന ഒരു അപ്പോഴേ ബാക്കിയെല്ലാം നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റഡ് ബിവറേജ് എന്ന് പറയും. 2 തരമുണ്ട്, കോൾഡുണ്ട്, ഹോട്ടുണ്ട്. ഹോട്ടിന് സെപ്പറേറ്റ്, കോൾഡിന് സെപ്പറേറ്റ്. കോൾഡിന് അവിടെ ഫ്രാപ്പ് എന്ന് പറയുന്നത് അത് വേറൊരു തരം കോഫിയാണ്. ഞാൻ കേട്ടിട്ടില്ല ഫ്രാപ്പച്ചിനോ. ഈ ഷേക്ക് അടിക്കൂലേ, ഷാർജ് അടിക്കില്ല, അതുപോലെ ബേക്കറി എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ അവൾ മെഷീനൊന്നും കൊണ്ടുവരാൻ അജൂസ് ബേക്കേഴ്സ് കപ്പാമ്പളയിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ഷേക്ക് നമ്മുടെ ഓക്കെ മതി, പ്രൊമോഷനൊക്കെ മതി. അപ്പോഴേ അത് പലതിനും പല ബേസുകളാണ്. അപ്പോഴേ ഓരോന്നും അവർ ഇത് ചെല്ലുമ്പം 3 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. അവർ ഇതെല്ലാം പറഞ്ഞു തരും കാര്യങ്ങൾ. ഒന്നും അറിയാതെ അപ്പോൾ നീ ഇപ്പം നമ്മുടെ കൂടെയൊക്കെ നടന്ന ഒരാളാണ്. അപ്പോൾ നീ എങ്ങനെയാണ് ഇവിടെ നിന്ന് അവിടെ എത്തിയത്? അതായത് സ്റ്റാർബക്സ് എന്ന് പറയുന്ന ഒരു മൾട്ടി നാഷണൽ കമ്പനി അല്ലെങ്കിൽ മൾട്ടി ലെവൽ കമ്പനിയിലോട്ട് നീ എങ്ങനെ എൻട്രി ചെയ്തു? ഇത് ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കുവൈറ്റ് കമ്പനിയാണ്. ഇവിടെ സ്റ്റാർബക്സ് ടാറ്റയാണ് ഒരു അംബാസിഡർ. അത് കണക്ക് അവിടെ അൽഷാ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അവരാണ് ഈ സ്റ്റാർബക്സിന് ആൾക്കാരെ സപ്ലൈ ചെയ്യുന്നതും സാലറി തരുന്നതും കാര്യങ്ങളും അതൊക്കെ. അപ്പോൾ ഞാൻ 2023 ഇവിടെ ഡിഗ്രി കിട്ടിയതൊന്നുമില്ല, ഡ്രോപ്പ് ഔട്ടായി. അങ്ങനെ സൗദിക്ക് ഇവിടെ പച്ചയാ സത്യങ്ങൾ മാത്രമേ പറയൂ. പോയി എൻ്റെ വാപ്പായാണ് കൊണ്ടുപോയി. ഒരു 6 മാസത്തോളം എനിക്ക് ജോബില്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അവിടെ. അങ്ങനെ നിന്നപ്പം ഈ കമ്പനി തന്നെ എൻ്റെ ഒരു മാമ വർക്ക് ചെയ്യുന്നുണ്ട്. മാമ വെയർ ഹൗസിലാണ്. എല്ലാ ഇതിനും വെയർ ഹൗസാണ്. അപ്പോൾ അതിലാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മാമ വിളിച്ച് പറഞ്ഞ് നാളെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, പോയി ആർക്ക് പോയി അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, പോയി അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചെല്ല് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ചെന്ന സമയത്ത് ഒരു 5 പേരോളേ ഉള്ളായിരുന്നു. 1 മണിക്കൂറുള്ള ഇൻ്റർവ്യൂ ഉള്ളായിരുന്നു. അത് അവർ 1 മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ വന്നവർക്ക് ആർക്കും കിട്ടിയില്ല. കറക്റ്റ് ടൈമിൽ വന്ന ആ 1 മണിക്കൂറിനകം വന്ന എല്ലാ 5 പേർക്കും കിട്ടി. അതായിരുന്നു ലാസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിൻ്റെ ലാസ്റ്റ് ബാച്ചായിരുന്നു. അതിനുശേഷം ഫോറിനേഴ്സിന് ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ അവരൊരു നിയമം കൊണ്ടുവന്നു, പിന്നെ അവിടെ വർക്ക് ചെയ്യാനുള്ളത് ഫുള്ള് സൗദീസ് ആയിരിക്കണം. കാരണം 2030 ഓൾ കമ്പനി സൗദീസ് അങ്ങനത്തെ
ഈ ലെവലിലേക്ക് വരാൻ പോകും. അപ്പോൾ അവർ ഇപ്പം വിദേശികൾ ആരും എടുക്കുന്നില്ല. അപ്പം ഞാൻ കയറിയതായിരുന്നു ലാസ്റ്റ് ബാച്ച് രക്ഷപ്പെട്ടു. മാസം എൻട്രി ആയിരുന്നു കമ്പനിയിലോട്ട്. ഓക്കെ, അപ്പോൾ നീ ഇതിപ്പോൾ ഇവിടെ ആകെ ചായ അടിച്ചു പോലും പരിചയമില്ലെന്ന് തോന്നുന്നു നിനക്ക്. പക്ഷെ അപ്പോൾ നീ എങ്ങനെയായിരുന്നു നിന്റെ ഫസ്റ്റ് ജേണി? അതാണ് അവിടെ ചെന്നപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ഡിസ്ട്രിക്ട് മാനേജറായിരുന്നു. എൻ്റെ അടുത്ത് ഒറ്റ കാര്യം ചോദിച്ചോളൂ, ക്ലീനിങ് അറിയുമോ? അങ്ങനെ ക്ലീൻ ചെയ്യാം, കുഴപ്പമില്ല, ചെയ്യാം. മലയാളി. എന്താണ് എക്സ്പീരിയൻസ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ കാറ്ററിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. കാറ്ററിംഗ് ആണല്ലോ മെയിൻ. അപ്പോൾ കാറ്ററിംഗുകാർക്ക് എല്ലാവർക്കും ചാൻസ് ഇருக்கு. അങ്ങനെ അതിലെന്തോ സെലക്ട് ചെയ്തു, കിട്ടി. അതിനുശേഷം ഒരു 3 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു അവർ വിളിക്കാൻ വേണ്ടി. അപ്പോൾ അവർ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തു. അങ്ങനെ അവിടെ ചെന്നു. എനിക്ക് 3 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ട്രെയിനിങ് പീരീഡ് ഹാർഡാണോ അതോ നല്ല എൻ്റർടൈൻമെൻറ്റ് ഉള്ള? എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ എല്ലാം ചെയ്യണം. അല്ല നമുക്ക് അല്ല കിച്ചൺ ആ ഡ്യൂട്ടീസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഉണ്ടോ? അത് അല്ല എല്ലാവർക്കും അത് ഓക്കെ ആയിരിക്കും? എല്ലാവർക്കും ഓക്കെ ആയിരിക്കില്ല. ഇല്ല. അപ്പം കഷ്ടപ്പെട്ടുകൊണ്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗദീസ് ജോയിൻ ചെയ്യുന്നിട്ട് മിനിമം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ച, മാക്സിമം 1 മാസം, അത് കഴിഞ്ഞ് അവർ റിസൈൻ ചെയ്ത് പോവുകയാണ്. അവർ പുറത്തുനിന്ന് കാണുമ്പം വിചാരിക്കും ഞങ്ങൾ AC-യിലാണ്, നമുക്ക് കോഫി കുടിച്ച് വെറുതെ നിന്ന് അങ്ങനെയൊന്നുമില്ല. അവിടെ ഇന്ന പൊസിഷനില്ല. മാനേജർ ഉൾപ്പെടെ ബാത്റൂം കഴിഞ്ഞു. എൻ്റെ മാനേജർ ഒരു അടിപൊളി മാനേജറാണ്, അങ്ങേര് ഉൾപ്പെടെ ബാത്റൂം കഴിഞ്ഞു. അപ്പം മാനേജർ അത് കാണുന്നുണ്ടെങ്കിൽ അല്ലാതെ നീ പോയി ചെയ്യും, അങ്ങനെ അവിടെ ആരാണ് എന്തോ ചെയ്യുന്ന പോയി ചെയ്യണം. പിന്നെ സാധനങ്ങൾ വെയർഹൗസ് ചെയ്ത് വരും, ലോഡിങ് അൺലോഡിങ് എല്ലാം ചെയ്യണം. പിന്നെ അത് വഴി തന്നെ കസ്റ്റമർ അറ്റൻഡ് ചെയ്യണം, അവരെ വായിരിക്കുന്ന കേൾക്കണം. അതാണ് ഏറ്റവും വിഷമം. നമ്മൾ സന്തോഷത്തോടെ ഒരു കസ്റ്റമറിന് സാധനം കൊടുക്കുമ്പോൾ അവർ ചില സമയത്ത് അവർ ഈ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അവരുടെ മൂഡ് ശരിയായിരിക്കത്തില്ല അല്ലേ? നമ്മൾക്ക് റൂഡായിട്ട് സംസാരിക്കും. അത് കേടുമ്പോൾ നമുക്ക് വിഷമമാവും. പക്ഷേ ജോലിയല്ലേ, അങ്ങ് നിന്ന് പോകും. ഫുള്ള് ക്യാമറയില് ഒന്നും ചെയ്യാം. ഈവൻ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് എങ്ങനെയാണ്, ഏത് രാജ്യക്കാരാണ് വരുന്നത്? അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് സൗദീസ് തന്നെയാണ്. പിന്നെ അമേരിക്കൻസ് ഉണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, പിന്നെ ഫിലിപ്പീൻസ് ഉണ്ട്. പണ്ട് ഫിലിപ്പീൻസ് വർക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും അങ്ങനെ സൗദി റൂള് കൊണ്ടുവന്നപ്പം ഫിലിപ്പീൻസിനൊക്കെ മടുത്തു. ഇപ്പം അതിലിപ്പോൾ ഒരു എന്തുകൊണ്ടാണ് ഈ ഇഷ്ടം പോലെ കോഫി സംഭവങ്ങളുണ്ട്. കോസ്റ്റ, വേറെ എന്തൊക്കെ കോഫികളുണ്ടല്ലോ ഇഷ്ടം പോലെ, പിന്നെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മക്ഡൊണാൾഡ്സ് കോഫി ഉണ്ട്. അല്ല, കോഫികളുടെ സ്പെഷ്യലൈസേഷൻ മാത്രം കുറേ ഉണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റാർബക്സ് അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായി ഇത്രയും ഫാൻ ബേസ് ഉണ്ടാവാനുള്ളൊരു റീസൺ എന്തായിരിക്കും നിനക്ക് തോന്നുന്നത്? കാരണം സ്റ്റാർബക്സിൻ്റെ സർവീസ്, പിന്നെ സ്റ്റാർബക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിറ്റി കോഫിയാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റാർബക്സിൻ്റെ കോഫിയും ഒരു MC-യുടെ കോഫിയും തമ്മിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയും. അത് ടേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അറിയാൻ പറ്റും. സ്റ്റാർബക്സിൻ്റെ ഹാർഡ് കുടിക്കാൻ പാടാണ്, പക്ഷെ അത് ഹൈ ക്വാളിറ്റി കോഫിയാണ്, ഹൈ കഫേനാണ്. പക്ഷേ നമ്മൾ സ്റ്റാർബക്സിൻ്റെ കോഫി കുടിച്ചിട്ട് വേറൊരു കോഫി കുടിച്ചാൽ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. മറ്റേ കോഫി ലൈറ്റായി. അതുകൊണ്ട് തന്നെയാണോ അതിൻ്റെ വിലയും ആ ഒരു അതുകൊണ്ട്, കാരണം എല്ലാം പ്രീമിയം സാധനം, പ്രീമിയം സാധനമാണ്. എല്ലാ പ്രോഡക്റ്റിനും പക്ക ഇതുണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, എക്സ്പയർ ഡേറ്റ് ഉണ്ട്. നമ്മൾ എക്സ്പയർ ആവുന്നതിന് 2 ദിവസം മുമ്പ് അതിനെ ഡിസ്ട്രോ ചെയ്യണം എന്നാണ്. ആ സാധനത്തിന് നമ്മൾ പോലും എടുക്കരുത്, അത് റൈറ്റ് ഓഫ് ചെയ്ത്
DM-ന്റെ അപ്രൂവലിലൂടെ നമ്മൾ കളയണം, ത്രോ ചെയ്യണം എന്നാണ് ആ സാധനം അവർ പറയുന്നത്. ഓക്കെ. ഈ സ്റ്റാർബക്സിൽ നല്ല സാലറി എങ്ങനെയാണ്? നല്ല സാലറി, അതായത് പൊസിഷൻ അനുസരിച്ച് തന്നെയാണോ സാലറി? പൊസിഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പൊ കയറിയത് തന്നെ ബാരിസ്റ്റ ആയിട്ടാണോ കയറിയത്? ഞാൻ ബാരിസ്റ്റ ആയിട്ടാണ് കയറിയത്. ഇനി സൂപ്പർവൈസറായിട്ട് പ്രൊമോഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് മാനേജർ, അത് കഴിഞ്ഞിട്ട് മാനേജർ കഴിഞ്ഞ് ഡിസ്ട്രിക്ട് മാനേജർ, അത് കഴിഞ്ഞ് OM ഓപ്പറേഷൻ മാനേജർ. ഇപ്പം ഡിസ്ട്രിക്ട് മാനേജർ. ഇതിലൊക്കെ മലയാളികളുണ്ടോ അതോ? മലയാളികളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലയാളികൾ എന്നല്ല, ഫോറിനേഴ്സിന് ആർക്കും പ്രൊമോഷൻ ഇല്ല. ഒരു മാനേജർ ലെവൽ വരെ. എൻ്റെ ആദ്യത്തെ മാനേജർ മലപ്പുറക്കാരനായിരുന്നു. ഇപ്പോൾ ലീവിന് എൻ്റെ കൂടെ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇപ്പോൾ ലീവിനാണ് നാട്ടിൽ. അപ്പം ഞാൻ കയറിയ ടൈമിൽ എൻ്റെ ഫസ്റ്റ് മാനേജർ ഒരു മലയാളിയായിരുന്നു, പേര് രജിത്ത് എന്നായിരുന്നു. അപ്പം ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് ഡിസ്ട്രിക്ട് മാനേജർ തൊട്ട് പ്രൊമോഷൻ ഇല്ല, സൗദികൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു മാനേജർ ലെവൽ വരെ ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, സാലറി നല്ല സാലറിയാണ്. ഇവിടുത്തെ അപേക്ഷിച്ച് GCC കൺട്രി ഫുള്ള് സ്റ്റാർബക്സിന് നല്ല സാലറിയാണ്. നല്ലതായിട്ട് നിന്ന രക്ഷപ്പെട്ടൊക്കെ പോവാം. ഇപ്പം 4 വർഷത്തോളം സ്റ്റാർബക്സിൽ നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടുത്തെ 2 വർഷത്തോളേ ആയുള്ളൂ. 2 വർഷമായുള്ളൂ. 4 വർഷം പോയി, 1 വർഷം എനിക്ക് ജോബ് ഇല്ലാതെ ഞാൻ അവിടെ നിന്നു. ഓക്കെ. അപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നാട്ടിൽ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങി അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി ഒരു എൻ്റർപ്രണർഷിപ്പ് ലെവലിൽ നമുക്ക് വളരാൻ പറ്റുമോ? ആ ഇൻഗ്രീഡിയൻസ് കിട്ടുമെന്നൊരു ഡൗട്ടാണ്. കാരണം അവരുടെ ഇൻഗ്രീഡിയൻസ് അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട് അവരാ, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റാണ്. ഞാനപ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അവിടുത്തെ 2-3 ഡ്രിങ്കുകൾ ഇവിടെ പരീക്ഷിക്കണമെന്ന്. പക്ഷേ അതിനായിട്ടുള്ള സ്റ്റീമറില്ല, കാര്യങ്ങളില്ല. നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു 2035 ആ ടൈമിലേക്ക് ഒരു കഫേ, ഒരു കോഫി സ്വന്തമായിട്ട് നാട്ടിൽ 2035 ആകുമ്പോൾ നല്ല പ്രായമാവും. അത് കോഫി ഒന്നും കുടിക്കാൻ പറ്റൂല. അല്ല, ഈ ഇന്ത്യയിലാണോ കേരളത്തിലാണെന്ന് പറഞ്ഞില്ല, കോഫി അങ്ങനെ വലുതായിട്ട് ക്ലിക്കല്ല. നമ്മളെ നാട്ടുകാർക്ക് ചായ. ഇല്ല, ഐ ആം എ കോഫി ലവർ. എനിക്ക് കോഫിയാണ് ഇഷ്ടം. ഞാനൊരു തികഞ്ഞ ചായ ലവറാണ്. ഞാൻ ഒരു കോഫി ലവറാണ്. എനിക്ക് കോഫിയാണ് ഇഷ്ടം. ഞാനും ഒരു പക്ഷേ അതുപോലുള്ള വിദേശികൾക്ക് അവർക്ക് കോഫി അവരുടെ ഡെയിലി റൊട്ടീനാണ്. എനിക്കെന്നും അവരൊരു ബ്ലാക്ക് വിദേശിയാണ്. അപ്പോഴേ അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇവിടെ കോഫി നല്ലൊരു എനർജിയാണ്. അപ്പോൾ ഇവിടെ കോഫി ക്ലിക്ക് ആവുമെന്ന് ഡൗട്ട് തന്നെയാണ്. അതാണ് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി വരികയാണ്. പണ്ടത്തെ ആ ഒരു കാലമല്ല ഇപ്പോഴും. നീ പറഞ്ഞ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിന്റെ ആ ഒരു ഇയറിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെ എൻ്റെ ലൈഫ് സ്റ്റൈലും മൊത്തം മാറും. ഇയാളൊന്നും കാണൂല, എന്നാലും നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരിവിടെ ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ശരിയാണ്. സ്റ്റാർബക്സ് ഇത്രയ്ക്ക് സ്പെഷ്യൽ ആവാൻ കാരണം അതിന്റെ എക്യുപ്മെന്റ്സ് ക്വാളിറ്റിയാണ്. അപ്പൊ ഇപ്പൊ സ്റ്റാർബക്സ് തന്നെ വിചാരിച്ചാലേ ഇവർക്ക് കേരളത്തിലായാലും നാട്ടിലായാലും തുടങ്ങാൻ പറ്റത്തുള്ളൂ. അല്ല, സ്റ്റാർബക്സ് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. പറഞ്ഞെന്ന് വെച്ചാൽ ഇതേ ക്വാളിറ്റി ഉള്ള സാധനം ഇറക്കണമെങ്കിൽ അവർ വിചാരിച്ചാൽ നമുക്കിപ്പോ തുടങ്ങാം. പക്ഷെ അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും, വേറൊരു അവരുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഉണ്ടാക്കുന്നത്. അത് അവിടെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഷേക്കൻ എന്ന് പറഞ്ഞ ഡ്രിങ്കാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറഞ്ഞ വൈറ്റ് ചോക്ലേറ്റ്, അത് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് പുറത്ത് കിട്ടുമോ. പക്ഷേ അവർ പുറത്ത് ഈ സാധനം പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ അതിനായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചെയ്യണം. സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് അതാണ് മിൽക്ക് മെയ്ഡ്. ഞാൻ അവിടെ പറയുകയും ചെയ്തതായിരുന്നു, നമ്മളെ നാട്ടിലൊരു സാധനം കിട്ടും, അതിൻ്റെ കറക്റ്റ് ചെവിയാണ്. ഇവര് സംഭവം മിൽക്ക് മെയ്ഡ് അങ്ങനെ പ്രോസസ് ചെയ്തിട്ടാണ് അവർ അതിരുത്തോണ്ടിരുന്നത്.
അല്ല സംഭവം ഇപ്പം അതിന്റെ സെക്കൻഡ് ക്വാളിറ്റി ഐറ്റം ആയിട്ട് പോലും ഇവര് നാട്ടിലത്തേക്ക് വേറെ വെൻഡേഴ്സിനൊന്നും കൊടുക്കുന്നില്ല, അങ്ങനൊന്നും ഇല്ല. ഇല്ല സ്റ്റാർബക്സിന് അവർ ഓൺ പ്രൊഡക്ഷൻ തന്നെ ഉണ്ട്. സ്റ്റാർബക്സ് വേറെ ഒന്നും ഇല്ല. ഒറ്റ മനുഷ്യന് കൊടുക്കൂല. അതുപോലെ തന്നെയാണ് നമ്മൾ അജു ബേക്കേഴ്സ്. സംഭവം അങ്ങനെയല്ല. ഇപ്പം സ്റ്റാർബക്സ് നമ്മൾ ഇവിടെ ഉണ്ട്, സൗദിയിലും ഉണ്ട്. നമ്മളിവിടെയും സൗദിയിലും ഒരേ ക്വാളിറ്റിയാണ് കീപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അതായത് നീ ഇവിടെ നിന്ന് കഴിച്ചപ്പോഴത്തേക്ക് സ്റ്റാർബക്സിന്റെ ഏതെങ്കിലും ഔട്ട്ലെറ്റ്? ഞാൻ ആക്ച്വലി ഇവിടെ കേറിയിട്ടില്ല സ്റ്റാർബക്സിൽ. അതെന്തൊന്ന് പരിപാടിയാണ്. നല്ല ചോദ്യം. പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവ പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ അവിടുത്തെ കോഫി എന്തോന്നാണ്, അവിടുത്തെ കോഫി കുടിക്കുന്ന ആൾക്കാരെ കണക്ക് ഇവിടെ അത്രയും പോപ്പുലർ ആയിട്ടില്ല. ഞാനൊരു വ്ളോഗിൽ കണ്ടായിരുന്നു, ഒരാൾ അമേരിക്കാനോ ഓർഡർ ചെയ്തിട്ട് ഇവിടെ നാട്ടിൽ അമേരിക്കാനോ ഓർഡർ ചെയ്തിട്ട്, അമേരിക്കൻ കയ്പുള്ള ബ്ലാക്ക് കോഫിയാണ് ഓർഡർ ചെയ്തിട്ട് അവർക്ക് കുടിക്കാൻ പറ്റുന്നില്ല, പഞ്ചാര ഇടാതെ അവർക്ക് പറയുന്നു ഇതെന്ത് കോഫി. കൂടുതൽ ആൾക്കാരും ഈ സ്റ്റാർബക്സിന്റെ ഇതും അവരെ ആ ഡെക്കറേഷൻ കാണുമ്പോഴത്തേക്ക് കൂടുതൽ ചിന്തിക്കുന്നത് ഒരു ഷുഗർ ആയിട്ടും അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. നമുക്ക് പെട്ടെന്ന് വലിക്ക് കുടിക്കാൻ. ഇപ്പോഴും സ്നാപ്പിന്റെ കാലമല്ലേ, പലരും വലിയ കപ്പൊക്കെ വാങ്ങിയിട്ട് പേര് എഴുതുന്നത് തന്നെ ഒരു സ്നാപ്പ് ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് പോകും. അവർക്ക് കപ്പില് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവരെന്തിനാണ് ഇത്രയും വേസ്റ്റ് ചെയ്ത് കളയുന്നത്. അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ കപ്പില് അവർ ആ ഒരു പേര് എഴുതിയിട്ട് അവർക്കൊരു കപ്പ്, അതൊരു സ്നാപ്പ് ഇടുക. ഇപ്പൊ പേരൊന്നും ഇടണം, ഇപ്പം എല്ലാം സിസ്റ്റം വർക്കാണ്, ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്. എൻ്റെ ഫോൺ കുഴപ്പമില്ല, എടുത്തു. അതല്ല മറ്റേത് പയ്യന് 2 ഫോണുണ്ട്, ഒന്ന് കമ്പനി 2 ഐഫോണാണ്. ഇതാണ് ആപ്ലിക്കേഷൻ സ്റ്റാർബക്സിന്റെ. ഇങ്ങനെ ആണല്ലോ പറ്റുമോ അവർക്കല്ലാതെ? ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി പേര് വരും. അപ്പം ഇവിടെ ഓർഡർ എടുക്കുന്നവർക്ക് ഓർഡർ എടുത്ത് വിടുമ്പോൾ തന്നെ അവിടെ ലേബിൾ കിട്ടും. ഇപ്പൊ ഈ QR സ്കാൻ ചെയ്താണ് അവർ ഓർഡർ ചെയ്യാനുള്ളതല്ലേ? ഈ QR സ്കാൻ ചെയ്തിട്ട് അവർ ഓർഡർ ചെയ്യുമ്പം അവരെ പേരിൽ വരും. ഇവർക്ക് ആപ്ലിക്കേഷൻ വഴി തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും. അവരെ നിയറുള്ള സ്റ്റാർബക്സ് ഏതാണ്, അവർക്ക് പോയിന്റ് കിട്ടുമ്പോൾ റിവാർഡ്സ് ചെയ്യാം. ബ്രൂഡ് കോഫി അത് നമ്മൾ ആഡ് ചെയ്യാം. നമ്മൾ ഈ സ്റ്റാർബക്സിലെ പണ്ട് ഇപ്പോഴും പേര് എഴുതി കൊടുക്കണമെന്നാണ്, പക്ഷേ ലേബൽ വരുന്നതുകൊണ്ട് അതെല്ലാം തിരക്കുള്ളതുകൊണ്ട്. ഓക്കെ, നമ്മൾ ഈ സ്റ്റാർബക്സിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഡ്രിങ്ക് അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല, സ്റ്റാർബക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിനക്കിപ്പം ഇവിടുത്തെ വില അറിഞ്ഞൂടാ, പക്ഷേ അവിടെ നിനക്ക് എത്ര രൂപയ്ക്ക് എത്ര റിയാലിന് വേണമെങ്കിലും നിനക്ക് കസ്റ്റം ചെയ്ത് ഓരോ ഐറ്റംസ് ആഡ് ഓൺ ചെയ്ത് ക്യാപ്പച്ചിനോ എന്ന് പറഞ്ഞാൽ മെഷീനിൽ നിന്ന് വരുന്ന ഒരു സാധനം മാത്രമല്ലാതെ അതിൽ തന്നെ നമുക്ക് അല്ല, ക്യാപ്പച്ചിനോ മെഷീനിൽ നിന്ന് വരുന്നതല്ല, ബേസ് മാത്രമാണ് മെഷീനിൽ നിന്ന് വരുന്നത്. പറഞ്ഞ പോലെ എക്സ്പ്രസോ മാത്രം മെഷീനിൽ നിന്ന് വരുന്നു. ബാക്കി ക്യാപ്പച്ചിനോ ലാത്തയും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഒന്ന് അത് നമ്മൾ മൈക്രോ ഫോമാണ് ചെയ്യുന്നത്. ക്യാപ്പച്ചിനോ എന്ന് പറയുമ്പോൾ ഫോം കൂട്ടി പാല് കുറച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫോമും കോഫിയും കൂടെ മിക്സ് ആയിരിക്കും. പക്ഷെ ലാത്തെ എന്ന് പറയുമ്പോൾ സാധാ ചായ ചെയ്യുന്നതൊക്കെയാണ്, ചെറിയൊരു ഫോമും കാണും. പക്ഷേ കോഫിയുടെ അളവും സെയിം ആയിരിക്കും, പക്ഷേ പാലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഫോം കുറവായിരിക്കും, പാലിൻ്റെ അളവ് കൂടുതലായിരിക്കും. പക്ഷെ ക്യാപ്പച്ചിനോ എന്ന് പറയുമ്പോൾ ഫോം കൂടുതലായിരിക്കും, പാലിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയല്ല, പ്യൂർ മിൽക്കാണ്, പ്യൂർ പശു. അല്ല, അപ്പം നമുക്ക് ഒരു ചോദ്യം, ഒട്ടകത്തിന്റെ പാലില് പറ്റുമോ ചായ ഇടാനൊക്കെ? അജൂസ് ബേക്കേഴ്സിൽ എന്തും പോവും. റബ്ബറും പാലില് ചായ ഇടുന്നു. ഓക്കെ, അപ്പം
സ്റ്റാർബക്സിലെ വെറൈറ്റി എന്ന് പറയുന്നത് കോഫി ബീൻസ് ആണെന്നാണ് പറഞ്ഞത്. ആ, അപ്പം coffee beans. കോഫി ബീൻസിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം മാറ്റി വെച്ചാൽ പല നമുക്ക് coffee നാട്ടിൽ വേണമെങ്കിൽ ഒരു കോഫി ഷോപ്പ് പ്ലാൻ ചെയ്തു അവന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൻ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അവിടുത്തെ ടേസ്റ്റ് കിട്ടില്ല. അതന്നെ സെയിം ക്വാളിറ്റി കിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞില്ലേ 7 തരം കോഫികളുണ്ട്. ആ 7 കോഫികൾക്കും പ്രത്യേക ടേസ്റ്റാണ്, പല ടേസ്റ്റാണ്. അത് ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ഒരാൾക്ക് ഏതായിരിക്കും അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സാധനം? നാട്ടിലെ ആൾക്ക് ഇഷ്ടപ്പെടാനുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ആയിരിക്കും. എന്താ കോഫിയാ? അത് കോഫിയാണ്. ഓക്കെ ഓക്കെ. വൈറ്റ് മോക്ക്, വൈറ്റ് മോക്ക്, മിൽക്ക് മെയ്ഡ് ഒക്കെ മിൽക്ക് ഹോട്ട് തന്നെയല്ലേ? ഹോട്ട് ഉണ്ട്, കോൾഡ് ഉണ്ട്. 2 ഹോട്ടും ഉണ്ട് കോൾഡും ഉണ്ട്. അവിടെ ഒരു ഏത് ബിവറേജ് ഇറങ്ങിയാലും, ബിവറേജ് എന്ന് പറയണം, ഓക്കെ. ഏത് ബിവറേജ് ഇറങ്ങിയാലും ആ ബിവറേജ് മറ്റേ ബിവറേജ് ഡ്രിങ്ക്സ് ഏതിറങ്ങിയാലും അതിന് ഹോട്ടും കാണും, കോൾഡും കാണും. അത് ഹോട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, കോൾഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഫ്രാപ്പച്ചിനോ സൈഡിൽ പോകുമ്പോൾ ഹോട്ട് കാണില്ല, കോൾഡേ കാണും. പിന്നെ ഒരു സംശയമുള്ളത്, ഈ മാച്ച നമ്മളെ ഗ്രീൻ ഒരു ഐറ്റം ഉണ്ടല്ലോ, മാച്ച, അത് ടീ ആണ്, ജാപ്പനീസ് ടീ ആണ്. ഇപ്പം അത് സെൻസേഷൻ ആണ്. അത് ഭയങ്കര ഒരു ട്രെൻഡായിട്ട് ട്രെൻഡാണ്. പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ പണ്ട് വലുതായിട്ട് ഈ ഫെമിലിയർ അല്ലായിരുന്നു. ഫെമിലിയർ അല്ലായിരുന്നു. ഇപ്പം അതൊരു ടീ ആണ്. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. വേറെന്തൊക്കെയോ കാണുന്നുണ്ട്. ഞാൻ ഇപ്പൊ എപ്പോഴും മറ്റേ റീൽസ് കാണുമ്പോഴും ഒരു മാച്ച വരും. കാരണം അതെ, പച്ച അത് ഒരു ചായയുടെ ലീഫ് കണക്ക് തന്നെ, പക്ഷെ അത് ഒരു പൊടിച്ച് പൗഡറാക്കി ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അവര് ചെയ്യുന്ന കണക്കല്ല നമ്മൾ ചെയ്യുന്ന. നമുക്ക് മെഷീൻ ഉണ്ട്, ഓട്ടോമാറ്റിക്. നമുക്കല്ല ഓട്ടോമാറ്റിക്കലി മെഷീനാണ്. അവർ ചെയ്യുന്നത് മറ്റേ അതിനായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അതിട്ട് മിക്സ് ചെയ്യും. ഹെർബൽ ടീ അങ്ങനെ ഹെർബൽ ടീ ആയിട്ടില്ല. അവിടെ ടീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ. അല്ല, പക്ഷെ ഇതിപ്പോ പുറത്ത് ഒരുപാട് ഹെർബൽ ടീ. പക്ഷെ മാച്ച കുടിച്ചാൽ യൗവനം നിലനിൽക്കുമെന്നാണ് പറയുന്നത്. 1 ലിറ്റർ മാച്ച ചോദിക്കാൻ വന്ന ചോദ്യം. അല്ല, ഇപ്പൊ പുറത്തുള്ള ഒരു ഷുഗർ യൂസ് ചെയ്യില്ലല്ലോ. നമ്മുടെ നാട്ടിലല്ലേ ഇത്രയും ഷുഗർ യൂസ് ചെയ്യുന്നത്. അവിടെ ഷുഗർ എന്ന് പറഞ്ഞാൽ ആഡ് ഓൺസ് ആണ്. നമ്മൾ പുറത്തും വയ്ക്കും, അവരടുത്ത് ചോദിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് ഷുഗർ വേണോ അല്ലെങ്കിൽ ഷുഗർ ഇല്ലാതെ വേണോ. എല്ലാ ഡ്രിങ്ക്സും ഷുഗർ ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി ഒരു ഡോക്ടറിനെ കൊണ്ടുവരുന്നതാണ് ഷുഗറിനെ പറ്റി ഒരു ക്ലാസ്സിൽ. അപ്പം ആഡ് ഓൺ എന്ന് പറഞ്ഞു ഷുഗർ. അപ്പം ഇപ്പോൾ ഒരു എക്സ്പ്രസ് ഓർഡർ ചെയ്താൽ എക്സ്പ്രസോടെ റേറ്റിനെ കാട്ടി ആഡ് ഓണിന് അധികം റേറ്റ് ആവും. ഇല്ല, ഷുഗറിന് അങ്ങനെ റേറ്റ് ഇല്ല. പക്ഷേ വേറെ സംഭവങ്ങൾക്ക് ആഡ് ചെയ്യുന്നതിന് പൈസ ആവും. വേറെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരമൽ അങ്ങനെ ഫ്ലേവേഴ്സ് കാണും. കോഫി ഒരു സിംഗിൾ ഷോട്ട്, ഈ എക്സ്പ്രസോ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ സിംഗിൾ ഷോട്ടാണ്, ഡബിൾ ഷോട്ടാണ്, ട്രിപ്പിൾ ഷോട്ടാണ്. അപ്പോൾ അത് ആഡ് ഓൺസ് ചെയ്ത് പോവാം. പിന്നെ മിൽക്ക്, പലതരം മിൽക്കുകളുണ്ട്. ആൽമണ്ട്, കോക്കനട്ട്, സോയ, ഓട്സ്, പിന്നെ നോൺ ഫാറ്റ്, ഫ്രീ ലാക്ടോസ്. നമ്മൾ കുറെ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ പാലുണ്ട്. അപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം. പിന്നെ സിനമോൺസ് ആഡ് ചെയ്യാം. പിന്നെ ഒരു 30ഓളം ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും റേറ്റ് കൂടിയത് ഏതാണ്? റേറ്റ് കൂടിയത് നോർമലി നമ്മൾ ചെയ്യുന്നത് അത് റിഫ്രഷ് ഡ്രിങ്ക് ആണ്. ഓക്കെ. കോൾഡ് റിഫ്രഷ് ഡ്രിങ്ക് ആണ്, കോഫിയല്ല. അതിന് ട്രെൻഡ് ഗ്ലാസ് ഉണ്ട്. അത് നോർമൽ ഗ്ലാസ്സിനെ കാട്ടി സൈസ് കൂടിയ ഗ്ലാസ് ആണ്. ഓക്കെ ഓക്കെ. അത് 590 ml ആണ്. ഓക്കെ. അപ്പോഴേ അത് ഡ്രാഗൺ ഫ്രൂട്ട് കാണും, അതിന് സ്ട്രോബെറി, പിങ്ക്. ഇടയ്ക്ക് റീലൊക്കെ ചെയ്യായിരുന്നു, പിങ്ക് സ്ട്രോബെറി എന്ന് പറഞ്ഞ്. കോക്കനട്ട് മിൽക്കിൽ പിങ്ക് ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു അതിനൊക്കെയാണ് വില കൂടുതൽ. 30 റിയാലോളം വരും. 30 റിയാലാകുമ്പോൾ
ഇവിടുത്തെ കണക്കനുസരിച്ചൊരു ഓക്കെ 30 റിയാലോളം വരാം, നമുക്കിരുന്ന് കൂട്ടാം, ആരും കണക്കിൽ ഇതല്ല. പിന്നെ എൻ്റെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, നീ ഇപ്പോൾ സ്ഥിരം ഡെയിലി ഈ ജോലി ചെയ്യാണ്, കോഫി ഉണ്ടാക്കുക കൊടുക്കുക, അപ്പോൾ ഇതിലൊരു മടുപ്പ് വരുന്നുണ്ടോ? അത് നീ റിയലി എൻജോയ് ചെയ്യുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? നമ്മളിപ്പോൾ ഒരു ബാരിസ്റ്റ ആയിട്ട് ഒരാൾ വരികയാണ് നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യാൻ, അപ്പോൾ എന്തായിരിക്കും, അത് മടുക്കുന്ന ജോലിയാണോ അതോ നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ, എങ്ങനെ? ഇതിന് 2 ഫേസ് ഉണ്ടാവുക. ചില സമയത്ത് മടുക്കുകയും ചെയ്യും, ചില സമയത്ത് അത് ഈ കൂടെ വർക്ക് ചെയ്യുന്നവരെ അപേക്ഷിച്ചിരിക്കും. ചില സമയത്ത് എൻജോയ്മെൻ്റ് ആയിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഒരു 2 മാസത്തോളം ഒറ്റയ്ക്ക് നൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 മാസം ഒറ്റയ്ക്ക് നൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വെറുത്ത് പോയി. അത് ജീവിതം മടുത്തു, അങ്ങേയറ്റം വെറുത്ത് പോയി. കാരണം ഡ്രൈവ് ത്രൂ ആണ്, ആ ഒരു വലിയൊരു സ്റ്റോറാണ്. ഡ്രൈവ് ത്രൂ ഉണ്ട്, 4ഓളം ഡെലിവറീസ് ഉണ്ട്, കസ്റ്റമർ അകത്ത് വരും, കഫേ ഉണ്ട്. അപ്പോഴേ നൈറ്റ് വലുതായിട്ട് കസ്റ്റമർ ഇല്ലെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ആരും ഉണ്ടാതെ സംസാരിക്കാതെയൊക്കെ എല്ലാം ലോൺലി ലൈഫ് പോലെ. എല്ലാം ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കളഞ്ഞിട്ട് പോയാലോ എന്ന്. പക്ഷേ സ്നോബിക്ക് പറ്റൂ ഇതൊക്കെ നൈറ്റൊക്കെ. കോഫി നമുക്ക് ഉണ്ടാക്കി കുടിക്കാം, കുഴപ്പമില്ല. അതായത് ആൾക്കാർ ഈ കൊടുക്കുന്നതെന്ന് കുടിക്കാൻ പാടില്ല, ഉണ്ടാക്കി കുടിക്കാം. ഒരു പീസ് ഇങ്ങനെ താരുന്നു പൊങ്ങുന്നു. സംഭവം ഇപ്പൊ നീ സൗദിയിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്റ്റാർബക്സിന്റെ വേറൊരു രാജ്യത്ത് ഒരു ഔട്ട്ലെറ്റിൽ പോയാലും ഈ സെയിം പ്രോസസ്സ് തന്നെ ആയിരിക്കും അവിടെ. നിനക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റ് വെച്ച് അതാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ. പക്ഷേ അവിടുത്തെ വിസ കിട്ടണ്ടേ? അവിടുത്തെ വിസ കിട്ടി അവിടെ പോവുകയാണെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് വെച്ച് കയറാൻ പറ്റും. എനിക്ക് സർട്ടിഫിക്കറ്റ്, ഇതിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് സർട്ടിഫിക്കേഷൻ്റെ പ്രോസസ്, എക്സാമിനേഷൻ്റെ പ്രോസസ്? 3 മാസം കഴിയുമ്പോൾ ബാരിസ്റ്റയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ. പിന്നെ ഗ്ലോബൽ ബാരിസ്റ്റ എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ഓക്കെ. അത് അറ്റൻഡ് ചെയ്ത് ടഫാണോ അതോ ഈസി? എല്ലാം ഓൺലൈനാണ്. പഠിച്ചു വരുമ്പം ഈസിയാണ്, കുഴപ്പമില്ല. ചെയ്ത് പിന്നെ ചെയ്യുന്ന പരിപാടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ കോഫി മാസ്റ്റർ സ്റ്റാർബക്സിന്റെ കീഴിൽ തന്നെ റിസർവ് സ്റ്റാർബക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. പ്രീമിയം, പക്കാ പ്രീമിയമാണ്. അത് നമ്മൾ കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന സാധനം കസ്റ്റമറിൻ്റെ ഫ്രണ്ടിൽ പോയി ചെയ്ത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് ഇന്നതാണ്, അതാണ്, ഇത്ര അളവ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന വേറൊന്നിനുമല്ല, ഒരു വീഡിയോ എൻഡ് ചെയ്യിക്കാനാണ്. നമുക്കൊരു നല്ല പണി കിട്ടി. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യാതെ ഫോൺ ഓഫായി പോയി. എന്നിട്ട് നമ്മളൊരു 1/2 മണിക്കൂറല്ല 1 മണിക്കൂറോളം നമ്മളിരുന്ന് ചർച്ച ചെയ്തു. സംസാരിച്ചോണ്ടിരുന്നു. ഇടയ്ക്ക് ഒരു സംശയം വന്നപ്പോ ഫോൺ ഓഫ്. നമുക്ക് ക്യാമറാമാൻ അന്നില്ലായിരുന്നു, അതിന്റെ അഭാവം നല്ലതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അമീൻ ബാരിസ്റ്റ, നമ്മുടെ ഒരു ബാരിസ്റ്റ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഗൾഫിൽ കയറി പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് റീഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ബാക്കി ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യിക്കാനാണ് വന്നത്. അതില് ഇനി അടുത്ത യാത്രയ്ക്ക് അവൻ വരുമ്പോ നമുക്ക് അടുത്ത ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അടുത്ത അവനെ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പുതിയ അറിവൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ നമുക്ക് അവനെ കൊണ്ട് റിപ്ലൈ തരിക്കാം. ഫ്രം സൗദി. മിസൈലൊന്നും വീണില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്ക് ഗസ്റ്റായിട്ട് വന്ന അമീന് നമ്മുടെ ഹൃദയം നിറഞ്ഞ ആശംസകളും നന്ദിയും ഒക്കെ നമ്മൾ അറിയിക്കുന്നു. പിന്നെ നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് വലിയ ആവശ്യം, എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് ഞങ്ങൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എന്താണ് 101 സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു ഫാമിലിയിലേക്ക് നമ്മളെ കടക്കുകയാണ്.
ആ സന്തോഷം കൂടെ ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുകയാണ്. നമ്മളോടൊപ്പം നിന്ന ഈ 101 പേർക്കും 101 പേർക്കും പിന്നെ നമുക്കും നന്ദി. ഈ 101-ൽ 1 ഞാനാണ്. 101-ൽ 2 101-ൽ 2 ഞാനാണ്. അപ്പോ ഈ 101 പേരും ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങളെ കൂടെ നിൽക്കുന്നവരാണ്. ഞങ്ങൾക്കറിയാം പല വീഡിയോയും ലെങ്ത് കൂടുതലാണ്, അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങൾ ഇനി വരും വീഡിയോസിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. ബൈ ബൈ. ബൈ.